ശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓരോ ദിവസവും അതതിൻ്റെ ക്ലേശങ്ങൾ മതി. സാധാരണ മനുഷ്യന് അവൻ്റെ ജീവിത പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളുമൊക്കെ ഇങ്ങനെ ആകുലപ്പെട്ടുകൊണ്ട് വളരെയേറെ മാനസികമായ പിരിമുറുക്കവും ഉള്ള സ്വസ്ഥതയും സന്തോഷവും സമാധാനവും നശിപ്പിക്കുകയും അനേകം രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്ന ഒരു പ്രകൃതമാണ് മനുഷ്യൻ്റേത്. വളരെ വ്യക്തമായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 34-ാം വചനം പറയുകയാണ്, നാളെക്കുറിച്ച് ആകുലരാകേണ്ട. നാളത്തെ ദിവസം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും എന്ന് പറഞ്ഞാൽ, നാളത്തെ ദിവസം നിൻ്റെ കയ്യിലല്ല, എൻ്റെ കയ്യിലല്ല, നമ്മുടെ കയ്യില, അത് ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പം നാളെ എന്ന ഒരു ദിവസം എനിക്ക് തരുന്ന എൻ്റെ ദൈവം അതിനൊരു പരിഹാര മാർഗം അതിൽ തന്നെ കണ്ടുവച്ചിട്ടുണ്ട്. തിരിച്ചറിഞ്ഞു കൊള്ളണം. നാളെപ്പറ്റിയുള്ള എൻ്റെ ഉത്കണ്ഠയും ആകുലതയും ഭയവും നിരാശയും ഞാൻ പുലർത്തുന്ന വ്യക്തിയാണെങ്കിൽ അത് വളരെ അസ്ഥാനത്താണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. നാളെക്കുറിച്ചുള്ള എല്ലാ സംവിധാനങ്ങളും എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലായതുകൊണ്ട് ഞാനൊരു ഏറ്റവും അറിവ് കുറഞ്ഞ ദൈവിക ജ്ഞാനം കുറഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ നാളെക്കുറിച്ച് ഞാൻ ഉത്കണ്ഠപ്പെടുകയും ഭയപ്പെടുകയും നിരാശപ്പെടുകയും എൻ്റെ ഒരു ക്രയശേഷി, എൻ്റെ ഒരു ആത്മവിശ്വാസം, എൻ്റെ ഒരു സന്തോഷം, സമാധാനം ഞാൻ കെടുത്തിക്കളയുള്ളൂ. അങ്ങനെ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. നാളെപ്പറ്റി ആകുലപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ സത്യമായും യേശുക്രിസ്തു എന്നിൽ രൂപപ്പെട്ടിട്ടില്ല. അവൻ്റെ വാഗ്ദാന വചനങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അവൻ്റെ ഒരു അഭിഷേകത്തിൻ്റെ സമൃദ്ധി ഞാൻ ഉൾക്കൊണ്ടിട്ടില്ല. തിരിച്ചറിയണം, നാളെയെക്കുറിച്ചുള്ള എൻ്റെ ഏതൊരു ആകുലതയും അതൊരു നെഗറ്റീവ് എനർജിയാണ്, അത് തിന്മയാണ്, അതൊരു പൈശാചിക സ്വാധീനമാണ്. എൻ്റെ ദൈവത്തിലാണ് എനിക്ക് അടിയുറച്ച പൂർണ്ണമായ പ്രത്യാശയും വിശ്വാസവും ഉള്ളതെങ്കിൽ മത്തായി സുവിശേഷം 6-ാം അധ്യായം 34-ാം വചനം ഞാനിന്ന് വായിക്കാം. നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്, നാളത്തെ ദിവസം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസവും അതതിൻ്റെ ക്ലേശങ്ങൾ മതി. അപ്പോൾ ഇന്നത്തെ ജീവിതം എനിക്ക് ഈ ഒരു ദിവസമാണ് ദൈവം തന്നെങ്കിൽ സമയമാണ്. ഈ സമയത്ത് ഞാൻ അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും കുറവുകളും ഹൃദയം നുറുങ്ങിയ അവസ്ഥയും കണ്ട് അത് ഏറ്റെടുത്ത് പരിഹരിക്കാൻ പര്യാപ്തനാണ്. എൻ്റെ ഏതെങ്കിലും യോഗ്യത കൊണ്ടോ സംവിധാനം കൊണ്ടോ ക്രമീകരണം കൊണ്ടോ അല്ല ഞാൻ ഈ ഭൂമിയിലേക്ക് വന്ന് പിറവിയെടുത്ത് അവനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അത് ഞാൻ അവൻ്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് ഈശോയിലുള്ള എൻ്റെ ആശ്രയവും പ്രത്യാശയും വളരെയേറെ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. പ്രശ്നങ്ങളോടുള്ള നമ്മുടെ മൈൻഡ് വളരെയേറെ മാറേണ്ടതുണ്ട്. അത് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ 27-ാം വചനത്തിൽ അത് കുറേയും കൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ എന്ന് പറഞ്ഞാൽ ഒരു വളരെ മൈന്യൂട്ടായ ഒരു ഭാഗമാണ്. എത്ര 1000 കിലോമീറ്റർ താണ്ടിയാലാണ് നമ്മളൊന്ന് മുന്നോട്ട് പോകുന്നത്, വളരുന്നത്, ഒരു ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുന്നതും നിലനിൽക്കുന്നതും വിജയിക്കുന്നതും. അപ്പോൾ ഒരു മുഴമെങ്കിലും കൂട്ടാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ആർക്കും സാധിക്കില്ല. ആകുലപ്പെട്ടത് കൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴം പോലും, ഒരു അല്പം പോലും എന്ന് പറഞ്ഞാൽ നമുക്കൊരു പുരോഗതി ഉണ്ടാകുകയില്ല. ആയുസ്സിൻ്റെ ദൈർഘ്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ അത് അസ്വസ്ഥപ്പെടുകയാണ്. ഒരു മുഴം നീട്ടാൻ പറ്റുകയില്ല, പ്രത്യാശ നഷ്ടപ്പെടും, ഒരു ദൈവത്തിൻ്റെ ഒരു അഭിഷേകം നഷ്ടപ്പെട്ടു പോവുകയാണ്. കാരണം ആകുലത കൊണ്ട്. അപ്പോൾ നമ്മൾ ഈ അനുഗ്രഹങ്ങൾ, നമുക്ക് വേണ്ടതായ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ ദൈവം പരിഹരിച്ചതായി കണ്ടുകൊണ്ട് ആ വിഷയങ്ങളിന്മേൽ ദൈവം ഇടപെട്ടതായി കണ്ടുകൊണ്ട് നന്ദി പറയാൻ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ. വചനം നമ്മൾ ആദ്യം ധ്യാനിച്ച വചനം വളരെ ശ്രദ്ധിച്ചിരിക്കണം. മത്തായി 6:34 ഓരോ ദിവസവും അതതിൻ്റെ ക്ലേശങ്ങൾ മതി. നാളെക്കുറിച്ചുള്ള നാളത്തെ ആ ദിവസം അത് ക്രമീകരിച്ചുകൊള്ളും. അതെൻ്റെ കൈകളിലല്ല, അതെൻ്റെ ദൈവത്തിൻ്റെ കൈകളിലാണ്. എൻ്റെ ദൈവം എനിക്ക് ദാനമായി തന്ന ഈ ദിവസം, ഈ നിമിഷത്തെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഞാൻ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുമ്പോൾ, അവിടുത്തെ പദ്ധതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ, അവിടുത്തെ പദ്ധതിയോട് ഐക്യപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ അവിടുത്തെ ആ ഒരു വലിയ ആനന്ദത്തിൻ്റെ നിറവിലാകും. അതല്ലേ സങ്കീർത്തനങ്ങൾ 119:71 പറയുന്നത്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങനെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. അപ്പം ദുരിതങ്ങൾ വരുമ്പോൾ, ക്രൈസിസ് വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, രോഗം വരുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ തീർച്ചയായും അവൻ്റെ തിരുമുഖത്തേക്ക് നോക്കണം. അവൻ്റെ തിരുമുഖത്ത് നോക്കി അപ്പോൾ അവിടുന്ന് ഒഴുകുന്ന ഈ അഭിഷേകം, അവിടുത്തെ കുരിശിൽ നിന്ന് ഒഴുകുന്ന ഈ അഭിഷേകം, അവിടുത്തെ തിരുമുറിവിൽ നിന്ന് ഒഴുകുന്ന അഭിഷേകം എന്നെ വിജയിപ്പിക്കും, എന്നെ രക്ഷിക്കും, എന്നെ അനുഗ്രഹിക്കും. അങ്ങനെ അവൻ്റെ ഒരു ക്രമീകരണത്തിലേക്ക് ഞാൻ ചേർന്ന് നിൽക്കാൻ, അവൻ്റെ പദ്ധതിയോടും വഴിയോടും ചേർന്ന് നിൽക്കാൻ എൻ്റെ ദൈവം എന്നെ അനുവദിക്കും. ആ ദൈവത്തിൻ്റെ സവിതയെ ഞാൻ അണയുമ്പോൾ എൻ്റെ ഓരോ ദിവസവും അവൻ ഏറ്റെടുത്ത് എന്നെ അനുഗ്രഹിച്ച് എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കും. അവൻ കരം പിടിച്ച് നടന്ന യെശയ്യാപ്രവചനം 41-ാം അധ്യായത്തിൻ്റെ 13-14 വചനത്തിൻ്റെ ഒരു അഭിഷേകം, അവനെ കരം പിടിച്ച് നടത്തുന്നൊരു അഭിഷേകം, അവൻ്റെ സമൃദ്ധിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന അഭിഷേകം, എല്ലാ ദുഃഖവും ദുരിതവും വിട്ടുപോകുന്നൊരു അഭിഷേകം. ഞാൻ നാളെപ്പറ്റി, വരാനിരിക്കുന്ന തലമുറകളെ പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ ഇന്നലകളിൽ അവൻ ചെയ്ത വലിയ കാര്യങ്ങളെപ്പറ്റി ഞാൻ ചിന്തിക്കണം. എൻ്റെ ഇന്നലകളിൽ എൻ്റെ ദൈവം എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നതിനെപ്പറ്റി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവം
എൻ്റെ എല്ലാ ആകുലതകളും, ഞാനിപ്പോൾ ഭാരപ്പെടുന്ന മേഖലയും, ഈ ദിവസവും അല്ലെ നാളെ എനിക്ക് വരാൻ പോകുന്ന ആകുലതകളും, നാളെ എനിക്ക് പരിഹരിക്കേണ്ട കാര്യങ്ങളൊക്കെ എൻ്റെ ദൈവം ഏറ്റെടുത്ത് പരിഹരിച്ച് എന്നെ അവിടുത്തെ ഉള്ളം കയ്യിൽ സൂക്ഷിക്കും. അവിടുത്തെ വിജയകരമായ വലതുകരം എന്നെ താങ്ങി നിർത്തും. അതുകൊണ്ട് ഈ കേട്ട വചനത്തിനനുസരിച്ച് ജീവിക്കാൻ, കേട്ട വചനം മാംസം ധരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ.